ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനീഷ്. നമ്മളിന്ന് ഒബിസിറ്റി അഥവാ അമിതവണ്ണം സീരീസിലെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ കേരള ഡയറ്റിനെ പറ്റി ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കേരള ഡയറ്റിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതുമൂലം വയറിലെ കൊഴുപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കേരള ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ചോറ് അടങ്ങിയ ഒരു ഡയറ്റാണ്. അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫുഡ് എന്ന് പറയുന്നതിന് എപ്പോഴും ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ആൾക്കാരുമായിട്ട്. ഫുഡ് നമ്മൾ കഴിക്കുന്നത് പലതരം കാരണങ്ങൾ കൊണ്ടാണ്. വിശപ്പ് ഒരു കാരണമാണെങ്കിലും നമ്മൾ കംഫർട്ട് ഈറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും ഫുഡിനൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അത്രത്തോളം ആൾക്കാർക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റേപ്പിളായിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആഹാരം, അതായത് ചോറായാലും, ഇപ്പോൾ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ആഹാരമാണ് പൊറോട്ട, അല്ലെങ്കിൽ അങ്ങനെ ഈ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കൂടുതലടങ്ങിയിട്ടുള്ള ആഹാരമാണ് നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്നിട്ട് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരാളോട് നമ്മൾ ചോറ് തീർത്തും ഒഴിവാക്കാമെന്ന് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല അവർക്ക്. കുറച്ച് ദിവസത്തേക്കൊക്കെ അത് ചെയ്യാമെങ്കിലും അത് പിന്നീട് ഒരു ലോങ് ടേം ആയിട്ട് അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ലോങ് ടേമിൽ പ്രാക്ടിക്കലി കൊണ്ടുപോകാൻ പറ്റുന്ന ഡയറ്റിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം എന്നാരെങ്കിലും പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ലോങ് ടേമിലേക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ റൈസാണ് ഒരു പ്രധാനപ്പെട്ട, അതായത് ചോറാണ് പ്രധാനപ്പെട്ട ഒരു അന്നജത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരത്തിൻ്റെ ഒരു മെജോറിറ്റി ഓഫ് ദ പോർഷനും വരുന്നത് ചോറിൽ കൂടെയാണ്. അപ്പോൾ ഈ ചോറിന് നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ചോറാണെങ്കിൽ സാധാരണ നമ്മൾ കഴിക്കുന്നതിൻ്റെ ചോറിൻ്റെ നേരെ പകുതിയാക്കുക ചോറ്. അപ്പോൾ ഒബിയസ്ലി അത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് വരും. അത് ഒരു നാച്ചുറൽ ഇതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റിനെ ആ ഒരു ഹാഫ് പാർട്ട് ചോറാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കുറച്ച് പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ, പ്രോട്ടീനുള്ള ഏതെങ്കിലും, നിങ്ങളിപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ ആളാണെങ്കിൽ ചിക്കൻ, ഫിഷ് അതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ പ്രോട്ടീൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല ഒരു ഫില്ലിംഗ് ഇഫക്റ്റ് തരികയും പ്രോട്ടീനിൽ നിന്നുണ്ടാകുന്ന എനർജിയുടെ അളവ് കുറവാണ്. അപ്പോൾ അതൊരു നെറ്റ് ഒരു കാലറി മൊത്തത്തിൽ നമ്മൾ എടുക്കുന്ന കാലറിയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ചോറ് കഴിക്കുന്ന അതിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫുഡ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉടനെ തന്നെ വിശപ്പ് വരാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ചോറിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഷുഗർ വരുന്നത് കൊണ്ട് അത് ഇൻസുലിൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും പെട്ടെന്ന് തന്നെ ഒരു വിശപ്പ് തോന്നുകയും ചെയ്യും. അപ്പോൾ ഒരു ഷുഗർ സ്പൈക്കും ആ ഒരു പെട്ടെന്നൊരു വിശപ്പ് ഉണ്ടാകുന്നത് തടയാനായിട്ട് ചോറിൻ്റെ അളവ് കുറയ്ക്കുന്നത്, അതിന് പകരമായിട്ട് വേറെ ആഹാരം അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതും സഹായിക്കും. അതേപോലെ തന്നെ വൈകുന്നേരം ചോറ് കഴിക്കുന്നതും വേറെ ഒരു ചില ആൾക്കാരുടെ ഒരു ഹാബിറ്റാണ്, ഒരു ശീലമാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്നതിൻ്റെ ഒരു 1/3 ചോറ് വൈകിട്ട് കഴിക്കുക, അതും കുറച്ചുകൂടെ നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഒരു വൈകുന്നേരത്തെ ഭക്ഷണം കഴിവതും ഒരു 6 മണി അല്ലെങ്കിൽ 7 മണി മാക്സിമം, അതിനപ്പുറത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ചോറ് കഴിച്ചതിന് ശേഷവും ഒരു 2-3 മണിക്കൂർ നമുക്ക് സമയം കിട്ടും നമ്മുടെ ബോഡിക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ. അങ്ങനെ എന്നിട്ട് വേണം നമ്മൾ ബെഡിൽ പോകാൻ. അങ്ങനെയുള്ള ഒരു മാറ്റം കൂടെ നമ്മുടെ ഡയറ്റിൽ വരുത്തി കഴിഞ്ഞാൽ ഇത് രണ്ടും പ്രധാനമായിട്ടും നമ്മുടെ ഒരു കാലറി ഇൻടേക്കിനെ, ടോട്ടൽ കാലറി ഇൻടേക്കിനെ കുറയ്ക്കുകയും അത് നമ്മുടെ ഒരു ലോങ് ടേമിലേക്ക് നമുക്കത്, ഇപ്പോൾ ചോറ് കഴിക്കാം എന്നുകൊണ്ട് അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുകയും വേണ്ട, പക്ഷേ കഴിക്കുന്ന ചോറിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും കഴിക്കുന്ന പൊറോട്ട. അപ്പോൾ ഇതെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ആഹാരമാണ്. ഇതും ഒരു ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡാണ്, അതിനകത്തൊരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. അതായത് ഇത് ഷുഗറിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊറോട്ട പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് സാധിക്കാത്ത ഒരാൾക്ക് നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഒരു 4 പൊറോട്ട കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു പൊറോട്ടയാക്കി മാറ്റുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ കറികൾ, ഇപ്പം വെജിറ്റേറിയൻ ആൾക്കാണെങ്കിൽ കടലക്കറി, കുറച്ച് വെജിറ്റബിൾസ്, ഇതൊക്കെ അതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ സ്പൈക്ക് കുറയ്ക്കുകയും ഒരു പൊറോട്ടയുടെ എണ്ണം കുറയ്ക്കാനും സഹായിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ 3 നേരം അല്ലെങ്കിൽ 2 നേരമുള്ള ചായ കുടിയും അതിൻ്റെ കൂടെയുള്ള
ചെറിയ സ്നാക്സുമാണ്. ഇത് നമ്മൾ അൺനോയിങ്ലി, നമ്മൾ അറിയാതെ തന്നെ കുറേ അധികം കാലറി നമ്മുടെ ബോഡിയിൽ കയറാൻ സാധിക്കും. ഈ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് അതിൽ ധാരാളം ഷുഗറുണ്ട്. അപ്പോൾ പാലിനകത്തും പഞ്ചസാരയ്ക്കകത്തും ഇട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കൂടെയും ധാരാളം കാലറി നമ്മുടെ ബോഡിയിലെത്തും. ഇത് നമ്മൾ അൺനോയിങ്ലി ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ആൾക്കാരോട് സംസാരിച്ചിരിക്കുമ്പോഴോ അതുകൊണ്ട് സോഷ്യലൈസിങ് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുക, അല്ലെങ്കിൽ ചായയിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ചായക്ക് പകരം വേറൊരു പാനീയം ഉപയോഗിക്കുക. മധുരമിടാത്ത ഇപ്പോൾ കട്ടൻ ചായ ആയാലും കട്ടൻ കാപ്പി ആയാലും ഉപയോഗിക്കുക. അങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഈ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ എത്തിക്കുന്ന കാലറി, ഒരു ദിവസത്തിൽ എത്തിക്കുന്ന കാലറിയുടെ അളവ് കുറയ്ക്കുകയും ടോട്ടൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഇത് പിന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജ്വലി അതൊരു ഹാബിറ്റായിട്ട് ഒരു ശീലമാക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലോങ് ടേമിലേക്ക് സക്സസ് ഉണ്ടാകും. അപ്പം ബാക്കി അടുത്ത ഒരു ടോപ്പിക്കോട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.